ഇതിൻ്റെ അടുത്ത ചാപ്റ്റർ പറയുന്നുണ്ട് പ്രൈസിങ് ടു ക്യാപ്ചർ വാല്യൂ. ഇതിൽ പ്രധാനപ്പെട്ട് നോക്കേണ്ടത് പ്രൈസിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ്, മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് പോലെ 2-3 ടോപ്പിക്. So pricing to capture value. Meaning of price. Price is the amount paid by the buyer to the seller for a product. It is the exchange value of a product or services in terms of money. അപ്പോൾ തന്നെ അടുത്ത ഇതിലുള്ള സെറ്റിംഗ് പ്രൈസസ് എന്നാണ്. പ്രോസസ് ഓഫ് ഫിക്സിംഗ് ദ പ്രൈസ് ഇസ് കോൾഡ് സെറ്റിംഗ് ദ പ്രൈസസ്. അങ്ങനെ പറയാം. വൺസ് എ കമ്പനി ഡെവലപ്സ് പ്രോഡക്റ്റ് ഇറ്റ് നീഡ്സ് ടു ഫിക്സ് ദ പ്രൈസ്. അത്ര മതിയിൽ വേണ്ടത് അതിൻ്റെ സ്റ്റെപ്സാണ്. സ്റ്റെപ്സ് ഇൻ പ്രൈസിങ് ഡിസിഷൻ. അതിലുള്ളത് ഒന്ന് സ്റ്റഡിയിങ് ദി ടാർഗറ്റ് മാർക്കറ്റ്. അതിനകത്ത് ടാർഗറ്റ് മാർക്കറ്റ് പറഞ്ഞിരുന്നു. ഏത് മാർക്കറ്റിനെയാണോ ഫോക്കസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ന് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയാം. അവർ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട്, സെലക്ടിങ് ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സ്. രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കണം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു സൈഡാണ്. രണ്ടാമത്തെ കോസ്റ്റ് കവർ ചെയ്യുക എന്നുള്ളതൊക്കെ സൈഡുകളുണ്ട്. അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കി വെക്കുക. മൂന്നാമത്തെ ഡിറ്റർമിനിങ് ഡിമാൻഡ് എന്നാണ്. ഡിമാൻഡ് നോക്കണം. ഡിമാൻഡ് നോക്കി നമുക്ക് പ്രൈസിൽ വേരിയേഷൻ വരുത്താം. ഹൈ ഡിമാൻഡൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റ് കുറച്ച് കൂട്ടി പ്രൈസ് ഫിക്സ് ചെയ്യാനും കുഴപ്പമില്ല. അതുപോലെ തന്നെ സ്റ്റേബിൾ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ പ്രൈസ് കൊണ്ടുപോകാം. ഡിമാൻഡ് കുറവാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രോഫിറ്റ് ഒന്ന് കുറച്ച് പ്രൈസ് കുറക്കേണ്ടത്. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അടുത്തത് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് എന്നാണ്. കോസ്റ്റ് നിർബന്ധമാണ്. കാരണം നമ്മൾ സാധാരണയായിട്ട് പ്രൈസിങ് ചെയ്യുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പ്രൈസിങ് മെത്തേഡാണ് ചെയ്യുക. അപ്പോൾ കോസ്റ്റിനെ എന്തായാലും കവറപ്പ് ചെയ്യണം, അല്ലാത്ത പ്രൈസ് ഇട്ടാൽ കമ്പനിക്ക് ലോസ് വരും. അപ്പോൾ കോസ്റ്റിനെ അനലൈസിങ് ദ പ്രൈസസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പറ്റീറ്ററുടെ പ്രൈസിനേക്കാൾ കൂടുതൽ പ്രൈസ് വരാൻ പാടില്ല എന്തായാലും. അത് വന്നാൽ അത് വലിയ പ്രശ്നമാണ്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വരും. അതേപോലെ തന്നെ അടുത്താണ് സെലക്ടിങ് ദി പ്രൈസിങ് മെത്തേഡ്സ്. പ്രൈസിങ് മെത്തേഡ്സ് ഉണ്ടാവും, അപ്പുറത്ത് പഠിക്കാനുണ്ട്, വലിയ ടോപ്പിക്കാണ്. ആ മെത്തേഡ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത ടോപ്പിക്കാണെന്ത്, സെറ്റിംഗ് ദ ഫൈനൽ പ്രൈസസ് എന്നാണ്. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക് കൂടി പറയുന്നുണ്ട്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് ഡിസിഷൻ ഓർ പ്രൈസിങ് പോളിസീസ്. പ്രൈസിങ് പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. പോയിൻറ്റ്സ് മാത്രം നോക്കുക. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കൺട്രോളിലുള്ള ഫാക്ടേഴ്സ് ആണ് പറയാം. ഒന്നാമത്തത് കോസ്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കേണ്ടത് എന്തിനാണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. അതിനെ കവറപ്പ് ചെയ്തിട്ടുള്ള പ്രൈസ് മാത്രമേ എന്ത് ചെയ്യുക, എന്തായാലും ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് നോക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ പ്രൈസിങ് ഒബ്ജക്റ്റീവ്സിനകത്ത് പറഞ്ഞില്ല, ഒബ്ജക്റ്റീവ്സ് കൂടി കൺസിഡർ ചെയ്യണം. അടുത്തത് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ആണ്. സ്ഥാപനത്തിൻ്റെ ഘടകങ്ങൾ. ഇപ്പോൾ ഒറ്റ പ്രൊഡക്റ്റൊക്കെ ഉള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് മാത്രം കവർ ചെയ്താൽ പോരാ, ബാക്കി കമ്പനിയുടെ എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്ത് പോകേണ്ട ഒരു ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് നോക്കണം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മിക്സ്, പ്രൊഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ പോലുള്ള മാർക്കറ്റിംഗ് മിക്സുകൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, അതിൽ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കണം. അതേപോലെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, സാച്ചുറേഷൻ, ഡീക്ലൈൻ പോലത്തെ പോയിന്റ് പറഞ്ഞില്ലേ, അതിൽ പ്രൊഡക്റ്റ് എവിടെ നിൽക്കുന്നു എന്നുകൂടി ഇതിൻ്റെ ഘടകമായിട്ട് വരാറുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോസ്റ്റ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ഡിമാൻഡ് തന്നെയാണ്. ഡിമാൻഡ് അനുസരിച്ച് പ്രൈസിൽ മാറ്റം വരുത്താം. കോമ്പറ്റീഷനും നോക്കേണ്ട ഒരു ഫാക്ടേഴ്സാണ്. കോമ്പറ്റീറ്ററുടെ പ്രൈസിനേക്കാൾ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ ഒരു ലെവലിൽ വേണം വെക്കണമെങ്കിൽ. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. നമുക്ക് എത്ര ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എത്ര ദൂരെയാണ്, അല്ലെങ്കിൽ നമുക്ക് എവിടേക്കൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള അടിസ്ഥാനമൊക്കെ ചേഞ്ച് വരാറുണ്ട്. ജനറൽ ഇക്കണോമിക് കണ്ടീഷൻ, പൊതുവെയുള്ള സാമ്പത്തിക നില എങ്ങനെയാണോ അതിനടിസ്ഥാനമാക്കിയും ഇതിൽ ചേഞ്ചസ് വന്നേക്കാം. അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസിയും ഇതിൽ മസ്റ്റായി നോക്കേണ്ട ഘടകമാണ്. ഒരു പോളിസി ഫിക്സ് ചെയ്ത് അവർ ഇത്ര റേഞ്ചേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് മേലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഗ്രാഫും കൂടി കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസിങ് ഡിസിഷൻ, കോസ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആർ ദി ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് സ്ഥാപനത്തിനകത്തുമായി ബന്ധപ്പെട്ടത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഡിമാൻഡ്, കോമ്പറ്റീഷൻ, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, എക്കണോമിക് കണ്ടീഷൻ, ഗവൺമെൻറ് പോളിസി എന്നുള്ള. ഇതുകൂടി ഒന്ന് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ.